So good morning everyone. So ഇന്ന് നമ്മൾ പോയം ഒരു പോയി ഒരു പോയം നോക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഒരു ഇമേജ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ഇമേജ് എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഒരു ഫോറസ്റ്റ് ഉണ്ട്, രണ്ട് സൈഡിലും ഫോറസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റിന്റെ നടുക്ക് കൂടെ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇമേജിൽ കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പൊ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇപ്പോൾ നമുക്ക് PDF കിട്ടിയേക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമേജ് അത്ര ക്ലിയർ അല്ല, അത് അത്രയും ആസ്വദിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ കൂടി നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ഇമേജ് വേണം കേട്ടോ. കാരണം ഈ ഇമേജിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പോയത്തിലേക്കാണ് നമുക്ക് നമ്മൾ ഇന്ന് പോവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് എന്താണ്, രണ്ട് സൈഡിലും നല്ല ഡാർക്ക് ഡെൻസ് ഫോറസ്റ്റ്, പിന്നെ ഈ വൈറ്റ് ആയിട്ട് കാണുന്നതൊക്കെ സ്നോ ആണ് കേട്ടോ. അപ്പൊ നല്ല വിന്റർ സീസൺ ആണ്. അപ്പൊ മഞ്ഞ് ശക്തമായിട്ട് പൊഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിന്റർ സീസണിൽ കാട്ടിന് നടുവിലൂടെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രികനെയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇമേജ് ഒന്ന് മനസ്സിലാക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന പോയം എന്ന് പറഞ്ഞാൽ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ പോയറ്റിന്റെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട പോയം ആണെങ്കിൽ കൂടിയും ഇപ്പോഴും ഒരുപാട് റെലവൻസ് ഉള്ള ഒരു പോയമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പോയറ്റ് ആണ്. ആൻഡ് ഹി ഹാസ് റിട്ടൺ ന്യൂമറസ് പോയട്രി കളക്ഷൻ ഇൻക്ലൂഡിംഗ് ദ ന്യൂ ഹാംഷയർ. ഓക്കെ, അപ്പോൾ ഒരുപാട് പോയംസ് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പൊ നമുക്ക് നേരെ സമയം കളയാതെ പോയത്തിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ പോയം ഒന്ന് വായിച്ചു തരാം ഞാൻ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാവാൻ പറ്റുമോന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഒന്ന് കേൾക്കാം. So whose woods are these? Whose woods these are? I think I know. His house is in the village though. He will not see me stopping here to watch his woods fill up with snow. My little host must think it queer to stop without a farmhouse near. Between the woods and frozen lake, the darkest evening of the year. He gives his harness bells a shake to ask if there is some mistake. The only others sounds the sweep of easy wind and downy flake. The woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep. And miles to go before I sleep. So ഇതാണ് നമ്മുടെ പോയം. അപ്പൊ ഫസ്റ്റ് ആൻസർ നോക്കാം. ഫസ്റ്റ് ആൻസർ എന്താണ് പറയുന്നത്? ഹൂസ് വുഡ്സ് ദീസ് ആർ ഐ തിങ്ക് ഐ നോ. അപ്പൊ ആരുടെ വുഡ്സ് മീൻസ് ഫോറസ്റ്റിനെയാണ് നമ്മൾ വുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോറസ്റ്റ് ആരുടെയാണെന്ന് എനിക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ഐ നോ. എന്നിട്ട് എന്താ പറയുന്നത്? ഹിസ് ഹൗസ് ഇസ് ഇൻ ദ വില്ലേജ് ദോ ഹി വിൽ നോട്ട് സീ മീ സ്റ്റോപ്പിംഗ് ഹിയർ ടു വാച്ച് ഹിസ് വുഡ്സ് ഫിൽ അപ്പ് വിത്ത് സ്നോ. അപ്പോൾ ഈ അറിയാമെന്ന് പറയുന്ന ഈ പുള്ളിക്കാരന്റെ വീട്, ഹിസ് ഹൗസ് ഇസ് ഇൻ ദ വില്ലേജ്. അപ്പൊ പുള്ളിക്കാരന്റെ വീട് എന്ന് പറയുന്നത് വില്ലേജിലാണ്. ആൻഡ് ഹി വിൽ നോട്ട് സീ മീ സ്റ്റോപ്പിംഗ് ഹിയർ ടു വാച്ച് ഹിസ് വുഡ്സ് ഫിൽ അപ്പ് വിത്ത് സ്നോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഈ കാട്ടിൽ നിന്ന് ഈ കാട് മഞ്ഞുകൊണ്ട് നിറയുന്നത് നോക്കി നിൽക്കുന്നത് ആ വ്യക്തി കാണാൻ ഇടയില്ല എന്ന് പോയിന്റ് പറയുകയാണ്. അതാണ് ഫസ്റ്റ് ആൻസർ. നെക്സ്റ്റ് ആൻസർ, മൈ ലിറ്റിൽ ഹോഴ്സ് മസ്റ്റ് തിങ്ക് ഇറ്റ് ക്വയർ ടു സ്റ്റോപ്പ് വിത്തൗട്ട് എ ഫാം ഹൗസ് നിയർ. സോ ക്വയർ, QUEER. QUEER means strange.
അപ്പോൾ ഒരു ഹോഴ്സിന്റെ പുറത്താണ് നമ്മുടെ പോയിന്റ് യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പോയിന്റ് പറയാണ് എൻ്റെ കുതിര വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണല്ലോ എൻ്റെ യജമാനൻ ചെയ്യുന്നതെന്ന് ഈ കുതിര വിചാരിക്കുന്നുണ്ടാവാം. അപ്പൊ മൈ ഹോഴ്സ് മസ്റ്റ് തിങ്ക് ഇറ്റ് ക്വയർ. ക്വയർ മീൻസ് സ്ട്രേഞ്ച്. എന്തുകൊണ്ടാണ് സ്ട്രേഞ്ച് ആയിട്ട് കുതിരയ്ക്ക് തോന്നാൻ കാര്യം? രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട്. എന്താണ്? വൺ, ടു സ്റ്റോപ്പ് വിത്തൗട്ട് എ ഫാം ഹൗസ് നിയർ. അപ്പൊ ഇവിടെ അടുത്തെങ്ങും ഒരു ഫാം ഹൗസ് പോലും ഇല്ല, എന്നിട്ടും എൻ്റെ യജമാനൻ ഈ കാട്ടിനുള്ളില് എന്നെ പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ നിൽക്കുകയാണ്. ബിറ്റ്വീൻ ദി വുഡ്സ് ആൻഡ് ദ ഫ്രോസൺ ലേക്ക്. അപ്പൊ എവിടെയാണ്? അടുത്തെങ്ങും ഒരു ഫാം ഹൗസും ഇല്ല. അത് മാത്രമല്ല, ഈ വുഡ്സിന്റെ ഭയങ്കര തണുപ്പാണെന്നാണ് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഫ്രോസൺ ലേക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഭയങ്കര കൊടും തണുപ്പാണ്. അപ്പൊ ലേക്കൊക്കെ ഇങ്ങനെ ഐസ് ആയിട്ടിരിക്കുകയാണ്, ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും അധികം തണുപ്പത്താണ് ഒരു ഫാം ഹൗസ് പോലും അടുത്തില്ലാതെ എൻ്റെ മാസ്റ്റർ വന്ന് നിൽക്കുന്നതെന്ന് കുതിര വിചാരിക്കുന്നുണ്ട്. അപ്പൊ കുതിരയ്ക്ക് അത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. അത് മാത്രമല്ല, ഇറ്റ്സ് ദി ഡാർക്കസ്റ്റ് ഈവനിങ് ഓഫ് ദി ഇയർ. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഈവനിങ് കൂടിയാണ് ഇന്ന്. അപ്പൊ അടുത്തെങ്ങും ഒരു ഫാം ഹൗസ് ഇല്ല. ഇത്രയും കൊടും തണുപ്പത്ത് ഈ കാട്ടിന് നടുവില് എന്തിനാണ് എൻ്റെ യജമാനൻ വന്ന് നിൽക്കുന്നതെന്ന് കുതിര ചിന്തിക്കുന്നുണ്ടാവാം. അവനത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. പിന്നെ നെക്സ്റ്റ് ആൻസർ, he gives his harness bells a shake to ask if there is some mistake. അപ്പൊ കുതിരയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ കുതിര എന്താ ചെയ്യുന്നത്? he gives his harness bells a shake. harness means ഈ കുതിരയെ കെട്ടാനായിട്ട് ഇങ്ങനെ നമ്മള് കയറിടില്ലേ, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു റോപ്പ് ഉണ്ടാവില്ലേ? അത് മാത്രമല്ല, അതിലൊരു ബെൽസ് ഒക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഈ കുതിര ഇങ്ങനെ തല കുലുക്കി ഒച്ച ഉണ്ടാക്കാണ്. അപ്പൊ എന്തിനാണ്? ടു ആസ്ക് ഇഫ് ദർ ഇസ് സം മിസ്റ്റേക്ക്. എന്തെങ്കിലും തെറ്റ് പറ്റിയോ നമുക്ക് എന്ന് കുതിര ഇങ്ങനെ ചോദിക്കുകയാണ്. But the only other sounds the sweep of easy wind and downy flake. അപ്പൊ വേറൊരു ഒച്ചയും കേൾക്കാനായിട്ട് പറ്റുന്നില്ല. വേറൊരു ശബ്ദം പോലും ഇല്ല. കംപ്ലീറ്റ് സൈലൻസ് ആണ്, അത്രയും നിശബ്ദതയാണ്. അപ്പോ ആകെപ്പാടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് എന്താണ്? ദ സ്വീപ്പ് ഓഫ് ഈസി വിൻഡ് ആൻഡ് ഡൗണി ഫ്ലേക്ക്. അപ്പൊ ഈ കാറ്റ്, സ്വീപ്പ് മീൻസ് എന്താണ്? ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ജെന്റിൽ സൗണ്ടിനാണ് നമ്മൾ സ്വീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പതിയെ കാറ്റ് വീശുന്നുണ്ട്. ആൻഡ് ദി ഡൗണി ഫ്ലേക്ക് മീൻസ് ഭയങ്കര ഫെദറി ആയിട്ടുള്ള സ്നോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്നോ വീഴുന്നത് മാത്രമാണ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ എന്താണ് നമ്മുടെ കവി പറയുന്നത്? ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്. അപ്പോൾ ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലവ്ലി, ഇറ്റ്സ് വെരി ഡാർക്ക്, ഇറ്റ്സ് വെരി ഡീപ്പ്. അപ്പൊ ഡാർക്കും ഡീപ്പും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണെന്നാണ് പോയിട്ട് പറയുന്നത്. പക്ഷേ ഐ ഹാവ് പ്രോമിസസ് ടു കീപ്. പക്ഷെ എനിക്ക് ഒരുപാട് പ്രോമിസസ് ഉണ്ട്, ഒരുപാട് ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഉണ്ട് ഇനിയും. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. അപ്പോൾ ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് കവി പറയുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പോയം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതില് കുറെ വേർഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? വുഡ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. ക്വയർ മീൻസ് സ്ട്രേഞ്ച്. ഹാർനസ് മീൻസ് സെറ്റ് ഓഫ് സ്ട്രാപ്സ് ആൻഡ് സ്ട്രിങ്സ് ടു കൺട്രോൾ ദി ഹോഴ്സ്. സ്വീപ്പ് മീൻസ് എ സോഫ്റ്റ് ജെന്റിൽ സൗണ്ട്. ഈസി വിൻഡ് മീൻസ് കാം വിൻഡ്. ഡൗണി ഫ്ലീക്ക് മീൻസ് സോഫ്റ്റ് ലെതറി സ്നോ. അപ്പൊ ഈ ഗ്ലോസറിയിലുള്ള എല്ലാ വാക്കുകളുടെയും മീനിങ് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അത് നിർബന്ധമാണ്. അപ്പൊ ഐ വിൽ ആസ്ക് യു ക്വസ്റ്റ്യൻസ്, യു വിൽ ഹാവ് ടു ആൻസർ കേട്ടോ. മീനിങ്സ് ഒക്കെ പഠിക്കണം.
അപ്പോ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നേക്കുന്ന അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ക്വിക്ലി ഗോ ത്രൂ ദ പോയം ആൻഡ് ഫൈൻഡ് ഔട്ട് ദി വേർഡ്സ് വിച്ച് ഇൻഡിക്കേറ്റ് വിന്റർ സീസൺ. അപ്പോൾ വിന്റർ സീസൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ നമുക്ക് ഓഫ് കോഴ്സ് ഡൗണി ലേക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും. ഡൗണി ഫ്ലേക്ക് എന്ന് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ഫസ്റ്റ് പാരയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് സ്നോ. സ്നോ അഗെയിൻ ഇൻഡിക്കേറ്റ്സ് വിന്റർ. ഫ്രോസൺ ലേക്ക് അഗെയിൻ ഇൻഡിക്കേറ്റ്സ് വിന്റർ. ഡാർക്കസ്റ്റ് ഈവനിങ് പ്രോബബ്ലി വിന്ററിനെ സൂചിപ്പിക്കുന്നുണ്ടാവും. ദെൻ ഓക്കെ, ഡൗണി ഫ്ലേക്ക് നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാക്കുകളെല്ലാം നമുക്ക് വിന്ററിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഓക്കെ, ദെൻ റോബർട്ട് ഫ്രോസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു റൈറ്റപ്പ് ആണ്. അമേരിക്കൻ ഓഥറാണ്. ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് ഫിഗേഴ്സ് ഇൻ അമേരിക്കൻ പോയട്രി. Poetry collection New Hampshire ആണ്. He was born in San Francisco 1874. And he lived and taught for many years in Massachusetts and Vermont, and he died in 1963. So that's about Robert Frost. ഇനി നമുക്ക് പോയത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ യു ഹാവ് ടു സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ഈ ഒരു പോയട്രി വായിച്ചിട്ട് ഈ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. സോ ഇറ്റ്സ് ദ മിഡിൽ ഓഫ് ദി വിന്റർ. ട്രൂ ഓർ ഫോൾസ്? മിഡിൽ ഓഫ് ദി വിന്റർ ആണല്ലോ അല്ലേ, അപ്പൊ ട്രൂ ആണ്. സെക്കൻഡ് വൺ, ദ സ്പീക്കർ ഫീൽസ് ഗിൽറ്റി ആൻഡ് അൺസർട്ടൻ അബൌട്ട് സ്റ്റോപ്പിംഗ്. അപ്പൊ സ്പീക്കറിന്, നമ്മുടെ പോയറ്റിന് ഈ കാട്ടിന് നടുവിൽ നിൽക്കുന്നതിൽ കുറച്ച് ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ച് അൺസർട്ടൻ ആണെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ബിക്കോസ് ഓഫ് കോഴ്സ് പുള്ളിക്കാരൻ അവിടെ നിന്ന് മഞ്ഞ് വീഴുന്നത് ആസ്വദിക്കണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ പോയാലേ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്, ഒരുപാട് ജോലികൾ ബാക്കി കിടക്കുകയാണ്. അപ്പൊ അത് ചെയ്ത് തീർക്കാനായിട്ട് ഇവിടുന്ന് പോയാലേ പറ്റുള്ളൂ എന്നാണ് ഈ പോയട്രിയിൽ പറയുന്നത്. അപ്പോൾ he may feel guilty, true എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Then the speaker has lost his way. അപ്പൊ സ്പീക്കറിന് വഴി തെറ്റിയിട്ടുണ്ടോ എന്നതാണ് ചോദിക്കുന്നത്. വഴി തെറ്റിയിട്ടുണ്ടോ? ഇല്ല, വഴിയൊന്നും തെറ്റിയിട്ടില്ല. പുള്ളിക്കാരൻ ബോധപൂർവം തന്നെ അവിടെ നിൽക്കുകയാണ് അല്ലേ, ടു എൻജോയ് ദി ബ്യൂട്ടി ഓഫ് ദി ഫോറസ്റ്റ്. പിന്നെ നെക്സ്റ്റ് വൺ, അറ്റ് ദി എൻഡ് ഓഫ് ദി പോയം ദ സ്പീക്കർ ആൻഡ് ഹിസ് ഹോസ്റ്റ് ലീവ് ദി വുഡ്സ് ആൻഡ് ഗോ ഹോം. അപ്പോൾ പോയത്തിന്റെ അവസാനം എന്താണ്? സ്പീക്കറിന്റെ ഹോസും ദേ ലീവ് ദി വുഡ്സ് ആൻഡ് ഗോ ഹോം. അപ്പോൾ ഫോറസ്റ്റ് വിട്ടിട്ട് വീട്ടിലേക്ക് പോവാണ്. ട്രൂ ആണ്. Then the speaker thinks uneasily about his own death. സ്പീക്കറിന്റെ മരണത്തെ പറ്റി അൺഈസിലി ചിന്തിക്കുന്നുണ്ട് എന്നാണ്. അത് ട്രൂ ആണ്. ബിക്കോസ് ഹി സേസ് ഹി ഹാസ് ലോട്ട്സ് ഓഫ് തിങ്സ് ടു ഡു ബിഫോർ മൈൽസ് ടു ഗോ ബിഫോർ ഹി സ്ലീപ്സ്. അപ്പോൾ നമ്മുടെ പോയട്രിയിൽ സ്ലീപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഓൾസോ സിഗ്നിഫൈ ഡെത്ത്. അപ്പോൾ മരിക്കുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നാവാം നമ്മുടെ പോയിന്റ് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ യെസ്, ഹി ഫീൽസ് അൺഈസിലി അബൌട്ട് ഹിസ് ഓൺ ഡെത്ത്. Then the speaker admires the snowy woods and is attracted to its dark beauty and solitude. അപ്പോൾ സ്പീക്കർ അഡ്മയേഴ്സ് ദി സ്നോയി വുഡ്. ട്രൂ ആണ്. സ്പീക്കറിന് നമ്മുടെ ഫോറസ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അത് ഒരു ട്രൂ ആണ്. ദെൻ ദി ഓണർ ഇസ് നോൺ ടു ദി സ്പീക്കർ. ഓണറിന് സ്പീക്കറിന് അറിയാം. യെസ്, ട്രൂ. Then the owner of the woods lives in the forest.
അത് false ആണ്. ആദ്യത്തെ സ്റ്റാൻസിൽ തന്നെ പറയുന്നുണ്ട് വില്ലേജിലാണ് താമസിക്കുന്നതെന്ന്. Then the horse is worried about the author stopping in the woods. അപ്പൊ ഹോഴ്സ് worried ആണ്. ഈ നമ്മുടെ പോയിട്ട് ഈ കാടിന് നടുവ് വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹോഴ്സ് ഇത്തിരി worried ആവുന്നുണ്ട്. അത് ട്രൂ ആണ്. Now next is we have to do some question and answers. But find out from the poem the lines which have the same meaning as the following. അപ്പോൾ പോയിന്റ് നമ്മുടെ പോയത്തിന്ന് അപ്പോൾ ഈ കൊടുത്തേക്കുന്ന കുറച്ച് സെന്റൻസ് ABC എന്ന് പറഞ്ഞ് കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള മീനിങ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ there is no one to watch the speaker trespassing. അപ്പൊ സ്പീക്കർ ട്രെസ്പാസ് ചെയ്യുന്നത് വാച്ച് ചെയ്യാനായിട്ട് ആരുമില്ല എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള പോയിട്രി എന്നുള്ള ലൈൻ ഏതാണ്? അപ്പൊ ഏതാണ് ട്രെസ്പാസ് ചെയ്യുന്നത് കാണുന്നില്ല എന്ന് പറയുന്നത്? Let's see. He will not see me stopping here. അല്ലേ? ഈ ഒരു ലൈനാണ്. He will not see me stopping here. ബിക്കോസ് പുള്ളിക്കാരൻ്റെ വീട് വില്ലേജിലാണ്. അപ്പോൾ ആരും അവിടെ ഇല്ല. എൻറ്റയർലി വിജനമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് നമുക്ക് ആ പോയം വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. Then next one, the horse thinks that it is strange to stop in the woods. അപ്പോൾ ഹോഴ്സ് ഇത് ഈ വുഡ്സിൽ നിൽക്കുന്നത്, ഈ ഫോറസ്റ്റിൽ നിൽക്കുന്നത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഹോഴ്സിന് തോന്നുന്നുണ്ട്. അപ്പൊ അതിന് സമാനമായിട്ടുള്ള സെന്റൻസ് ഏതാണ്? മൈ ലിറ്റിൽ ഹോഴ്സ് മസ്റ്റ് തിങ്ക് ഇറ്റ് ക്വയർ. അല്ലെ? മൈ ലിറ്റിൽ ഹോഴ്സ് മസ്റ്റ് തിങ്ക് ഇറ്റ് queer to stop without a farmer's. My little horse must think it queer. But the horse thinks that it is strange to stop in the woods. Then next one, the little horse draws the master's attention. അപ്പൊ മാസ്റ്ററിന്റെ അറ്റൻഷൻ എങ്ങനെയാണ് നമ്മുടെ കുതിര നേടുന്നത്? എങ്ങനെയാണ്? what does he do? He gives his harness bells a shake. അപ്പൊ തലയൊന്ന് കുലുക്കി മാസ്റ്ററിന്റെ ചിന്തയിൽ നിന്ന് ഉണർത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മുടെ കുതിര അവിടെ ചെയ്യുന്നത്. അപ്പൊ the little horse draws the master's attention by giving his harness bells a shake. Now answer the following questions. അപ്പോൾ കുറച്ച് questions തന്നിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ so why does the narrator say that he thinks he knows who the woods belongs to? എന്തുകൊണ്ടാണ് നറേറ്റർ അങ്ങനെ പറയാൻ കാര്യം? അപ്പോൾ എന്തുകൊണ്ടാണ് നറേറ്റർ പറയുന്നത് ഈ ഫോറസ്റ്റ് ആരുടേതാണെന്ന് എനിക്കറിയാമെന്ന് നറേറ്റർ പറയുന്നത് എന്തുകൊണ്ടാണ്? The poet thinks that he knows the owner probably because he might have met him in the past. The poet might have met the owner of the woods in the past. So the narrator says that he thinks he knows to whom the woods belongs to. നേരത്തെ ആ പുള്ളിക്കാരനെ നമ്മുടെ പോയറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെതാവാം ഈ ഫോറസ്റ്റ് എന്ന് നമ്മുടെ പോയറ്റിന് തോന്നുന്നത്. Then why does he mention that the owner's house is in the village? അപ്പോൾ ഓണറിന്റെ ഹൗസ് വില്ലേജിലാണ് എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ പോയറ്റ് മെൻഷൻ ചെയ്യാൻ കാര്യം? എന്തുകൊണ്ടാണ്? മെൻഷൻ ചെയ്യാൻ കാര്യം എന്തുകൊണ്ടാണ്? ബിക്കോസ് ദി ഓണേഴ്സ് ഹൗസ് ഇൻ ദ വില്ലേജ് എവേ ഫ്രം ദി വുഡ്സ്. അല്ലേ? അപ്പോൾ ഈ ഫോറസ്റ്റിന് അടുത്തൊന്നുമല്ല, കുറച്ചധികം ദൂരത്ത് വില്ലേജിലാണ് ഈ വുഡ്സിന്റെ ഓണർ. അപ്പം എന്ത് സംഭവിക്കും? ദി ഓണർ വിൽ നോട്ട് ബി ഏബിൾ ടു see the poet
സ്റ്റോപ്പിംഗ് ബൈ ദി വുഡ്സ് അല്ലേ. അപ്പോൾ ദൂരത്തായതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റിന്റെ ഓണർ ദൂരെ ഒരു വില്ലേജിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോയിട്ട് ട്രസ് പാസ് ചെയ്ത് ഈ ഫോറസ്റ്റിനുള്ളിൽ കയറി ഇവിടെ നിന്ന് ഈ മഞ്ഞ് വീഴുന്നത് വാച്ച് ചെയ്യുന്നത് കാണുന്നതിൽ കാണുന്ന മഞ്ഞ് വീഴുന്നത് നോക്കി നിൽക്കുന്നത് ഈ ഓണർ കാണാൻ ഇടയില്ല. അപ്പൊ അതുകൊണ്ടാണ് പോയിട്ട് പറയുന്നത് ഈ ഓണറിന്റെ ഹൗസ് വില്ലേജിലാണെന്ന് പറയുന്നത്. സോ ദി ഓണേഴ്സ് ഹൗസ് ഇസ് ഇൻ ദ വില്ലേജ് അവേ ഫ്രം ദി വുഡ്സ്, സോ ഹി വിൽ നോട്ട് ബി ഏബിൾ ടു സീ ദി സ്പീക്കർ സ്റ്റോപ്പിംഗ് ബൈ ഇൻ ദി വുഡ്സ് അല്ലേ. Then next question, why is the narrator stopping between the woods and the frozen lake instead of പാസിംഗ് ബൈ ദം? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ നറേറ്റർ ഈ ഫ്രോസൺ ലേക്കിനും വുഡ്സിനും ഇടയ്ക്ക് നിൽക്കുന്നത്? ഇത് പാസ് ചെയ്ത് പോവാതെ ഈ വുഡ്സിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ നറേറ്റർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കാര്യം എന്നാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കാം? Because he is stopping between the woods and the frozen lake because he is happy. അല്ലേ? Because he is happy standing in the woods. അല്ലേ? The poet is happy standing there in the woods. So he is standing there between the woods and the lakes. And the other reason is that there is nobody to watch him. And he is enjoying the full beauty of the woods അല്ലേ. and there is no one to watch him. അപ്പോൾ ഒരാൾ പോലും നമ്മുടെ പോയിറ്റിനെ ശ്രദ്ധിക്കാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പോയിട്ട് അവിടെ നിന്ന് ഈ ഫോറസ്റ്റിന്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് നോക്കുന്നത് അല്ലെ, ആസ്വദിക്കുന്നത്. സോ ഈ സ്റ്റോപ്പിംഗ് ബൈ ദി വുഡ്സ് ആൻഡ് ദ ലേക്ക് ബിക്കോസ് ഹി ഈസ് ഹാപ്പി സ്റ്റാൻഡിങ് ഇൻ ദി woods and there is nobody to watch him and watch him enjoying the beauty of the woods. Okay, so next question, what mood is set when the narrator says the darkest evening of the year? അപ്പൊ എന്ത് മൂഡാണ് ഇവിടെ? ഡാർക്കസ്റ്റ് ഈവനിങ് ഓഫ് ദി ഇയർ ഒരു സെൻഷ്യസ് മൂഡാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഒരു ദി മൂഡ് ഇസ് വൺ ഓഫ് sensuous enjoyment അല്ലേ. The mood is one of sensuous enjoyment. Now next one, why do you think the host wants to ask if there is some mistake? അപ്പൊ എന്തുകൊണ്ടാണ് ഹോസ് ചോദിക്കുന്നത് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? എന്തുകൊണ്ടായിരിക്കാം ഈ ഹോസ് ഇങ്ങനെ ചോദിക്കാനായിട്ട് കാര്യം? Because എന്താണ് സിമ്പിൾ ആണല്ലേ. because on such a cold and dark evening when there is heavy snowfall, the speaker halts at a place between the woods and the frozen lake without even a farmhouse nearby. അല്ലേ. so the host may find it strange അല്ലേ. but he is stopping by the woods on a cold and dark evening when there is heavy snowfall. അപ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് മഞ്ഞ് വീഴുന്ന സമയത്താണ് നമ്മുടെ പോയിട്ട് ഇവിടെ നിർത്തുന്നത്. and there is not even a farmhouse nearby, so the host may feel it strange. So how does the host express its feelings? അപ്പൊ എങ്ങനെയാണ് ഹോസ് അവന്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്? he shakes his harness bells. അപ്പോൾ അവന്റെ ഹാർനസ് ബെൽസ് ഷെയ്ക്ക് ചെയ്തിട്ടാണ് അവന്റെ ഫീലിങ്സ് അവൻ എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ് question, why is the narrator suddenly mentioning sounds? അപ്പോൾ കുറച്ച് സൗണ്ട്സിനെ പറ്റിയിട്ട് നമ്മുടെ പോയിന്റ് ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ പറ്റിയിട്ട് പറയാൻ കാര്യം? ദി പോയറ്റ് എന്താണ് സൗണ്ടിനെ പറ്റി പറയാൻ കാര്യം എന്താണ്? he mentions the sounds to indicate how quiet the forest is അല്ലേ.
അപ്പോൾ വേറെ സൗണ്ട്സ് ആകപ്പാടെ അവിടെ ഉള്ള സൗണ്ട് എന്തൊക്കെയാണെന്നാണ് പോയിട്ട് പറയുന്നത്. ഈ പതിയെ കാറ്റ് വീശുന്നതും ഈ സ്നോ വീഴുന്നതും മാത്രമാണുള്ള സൗണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഹീ ഈസ് മെൻഷനിങ് ദീസ് സൗണ്ട്സ് ടു ഇൻഡിക്കേറ്റ് ഹൗ ക്വയറ്റ് ദി ഫോറസ്റ്റ് ഇസ്. അല്ലെ, നമ്മൾ ഈ പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നൊക്കെ പറയില്ലേ, പിൻ വീണാൽ പോലും കേൾക്കാൻ പറ്റാത്ത അത്രയും സൈലൻസ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതേപോലുള്ള ഒരു രീതിയാണ്. അപ്പോൾ പതിയെ കാറ്റ് വീശുന്നതും സ്നോ വീഴുന്നതും വരെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. കാരണം അതിനർത്ഥം അത്രയും സൈലൻസ് ആണ് അവിടെ ആ സമയത്ത് ഉള്ളത്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൗണ്ട്സിനെ പറ്റിയിട്ട് പോയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി നരേറ്റർ ഫീൽ അബൌട്ട് ദ വുഡ്സ്? അപ്പൊ വുഡ്സിനെ പറ്റിയിട്ട് എന്താണ് നരേറ്ററിന് തോന്നുന്നതെന്നാണ് പറയുന്നത്. എന്താണ്? ദി പോയറ്റ് കൺസിഡേഴ്സ് ദി വുഡ്സ് ടു ബി ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്പ്. അല്ലെ, ഭയങ്കര ലവ്ലി ആയിട്ട് ഭയങ്കര ഡാർക്കും ഡീപ്പും ആയിട്ടാണ് പോയറ്റിന് ഫോറസ്റ്റ് തോന്നുന്നത്. ആൻഡ് ഹി ഫൈൻഡ്സ് ദി വുഡ്സ് ടു ബി ബ്യൂട്ടിഫുൾ ആൻഡ് മിസ്റ്റീരിയസ്. അല്ലെ, ഭയങ്കര ബ്യൂട്ടിഫുൾ മിസ്റ്റീരിയസ് ആയിട്ടാണ് നമ്മുടെ പോയറ്റിന് ഈ ഫോറസ്റ്റ് തോന്നുന്നത്. Now, why is the poet forced to go from the woods? അപ്പൊ എന്തുകൊണ്ടാണ് ഈ പോയറ്റ് വുഡ്സിന്ന് പോവേണ്ടതായിട്ട് വരുന്നത്? Why is he forced to move from the woods? എന്തുകൊണ്ടാണ് പോയിട്ട് ഇത്രയും ലവ്ലി ആയിട്ടുള്ള ഫോറസ്റ്റ് വിട്ടു പോകേണ്ടി വരുന്നത്? ബിക്കോസ് he is reminded of the duties and the responsibilities which he has towards himself and the others which he has to fulfill. അല്ലേ, അപ്പോൾ ചെയ്ത് തീർക്കാനുള്ള ഡ്യൂട്ടീസിനെയും റെസ്പോൺസിബിലിറ്റീസിനെയും പറ്റിയിട്ടൊക്കെ ഒരു റിമൈൻഡർ ഉള്ള ഒരു ഓർമ്മ കൊണ്ടാണ് ആ ഒരു വുഡ്സ് വിട്ടിട്ട് പോകേണ്ടി വരുന്നത്. Then what might these promises be? അപ്പൊ എന്തായിരിക്കും ഈ പ്രോമിസസ് ഒക്കെ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ the speaker is probably speaking about the duties and responsibilities. അല്ലെ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടാണ് സ്പീക്കർ പറയുന്നത്. Now the speaker in the poem is in two minds. He must take a decision. What does he decide? അപ്പൊ നമ്മുടെ സ്പീക്കർ, ഈ പോയത്തില് സ്പീക്കർ എന്ന് പറയുന്നത് രണ്ട് മനസ്സോടെ നിൽക്കുകയാണ്. എന്താണ് സ്പീക്കർ ഡിസൈഡ് ചെയ്യുന്നതെന്നാണ്. He decides to fulfill his duties. അല്ലെ, he decides to go home. He decides to fulfill his duties. Then പിന്നെ next question. So what contrast or opposite can you find in the poem? അപ്പൊ നമ്മൾ കുറെ എന്തൊക്കെ കോൺട്രാസ്റ്റ് ആണ് ഈ പോയത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നതെന്നാണ്. കുറെ കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ. ഒന്ന് വുഡ്സും വില്ലേജും തമ്മിലുള്ള കോൺട്രാസ്റ്റ്, അതായത് ഫോറസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ വില്ലേജിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഫോറസ്റ്റും വില്ലേജും തമ്മിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട്, ഡെത്തും ലൈഫും തമ്മിൽ കോൺട്രാസ്റ്റ് ഉണ്ട്. അല്ലെ, അതിനെ പറ്റിയിട്ടൊരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ദ സ്പീക്കേഴ്സ് തോട്ട്ഫുൾ മൂഡ് ആൻഡ് ദി ആക്ഷൻ ഓഫ് ദി ഹോസ്. അപ്പൊ സ്പീക്കർ ഇങ്ങനെ ഭയങ്കര തോട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നതും ഹോസ് ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതും ഇതെല്ലാം കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. Then look at the words used in the beginning of the poem and then at the end. How does the language change at the end? What kinds of words are used there? അപ്പോൾ പോയറ്റിന്റെ ബിഗിനിങ്ങിൽ യൂസ് ചെയ്യുന്ന വേർഡ്സും എൻഡിൽ യൂസ് ചെയ്തേക്കുന്ന വേർഡ്സും ഒന്ന് ശ്രദ്ധിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബിഗിനിങ്ങിൽ എന്താ, ഹൂസ് വുഡ്സ് ആർ ദീസ്, ഐ തിങ്ക് ഐ നോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമുക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഇൻ ദ ബിഗിനിങ് ഓഫ് ദി പോയം ദി പോയറ്റ് ഇസ് പെർപ്ലെക്സ്ഡ്, അല്ലെ, കൺഫ്യൂസ്ഡ് ആണ്, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ബട്ട് ബൈ ദി എൻഡ് ഓഫ് ദി പോയം ദി പോയറ്റ് ഇസ് വെരി ഡിറ്റർമിൻഡ്. അല്ലെ, പോയം തുടങ്ങുമ്പോഴത്തേക്കും ഹി ഈസ് വെരി കൺഫ്യൂസ്ഡ്. ഹൂസ് വുഡ്സ് ആർ ദീസ്, ഐ തിങ്ക് ഐ നോ, എനിക്കറിയാമെന്ന് തോന്നുന്നു. അപ്പൊ കുറച്ചൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ പോയം തുടങ്ങുമ്പോഴുണ്ട്. പക്ഷെ അവസാനം വരുമ്പോഴത്തേക്കും ഭയങ്കര ഡിറ്റർമിൻഡ് ആയിട്ടുള്ള വാക്കുകളാണ്. അല്ലെ, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്.
എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റും അവിടെ വരുന്നുണ്ട്. ആ ഒരു പോയം ബിഗിൻ ചെയ്യുമ്പോൾ ആ പോയിറ്റിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പോയിട്ട് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും മാറുന്നുണ്ട്. അപ്പോൾ ബിഗിൻ ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷനിലൊക്കെയാണ്, അപ്പോൾ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡിറ്റർമിൻഡ് ആവുന്നുണ്ട്. Then, next one, does the poem have a rhyme scheme? Explain. ഇപ്പോൾ പോയത്തിനൊരു റൈം സ്കീം ഉണ്ടോ, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോയത്തിൻ്റെ റൈം സ്കീം. അപ്പോൾ റൈം സ്കീം എന്താണ്?